പവിത്രം സീരിയലിന്റെ അടുത്ത ആഴ്ചയിലെ ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീകാന്തിന്റെ മുഖംമൂടി വിക്രമും വേദയും ചേർന്നുകൊണ്ട് തന്നെ ശങ്കരനാരായണന്റെ മുന്നിൽ വലിച്ചു കീറുന്ന ഒരു അടിപൊളി ഭാഗമാണ് കേട്ടോ അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്നത്. അങ്ങനെ അമ്പലത്തിലേക്ക് പോയി മനസ്സ് നിറഞ്ഞ് അതിയായ സന്തോഷത്തോടെയാണ് വിക്രമും വേദയും അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ വേദ വിക്രമിനെയും വിക്രം തിരിച്ച് വേദയും അവർ രണ്ടുപേരും പരസ്പരം ആഴത്തിൽ തന്നെ മനസ്സിലാക്കി തുടങ്ങുകയാണ്. അവരുടെ ഉള്ളിലെ ആ സ്നേഹം അറിയാതെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. വിക്രമിന്റെ ഉള്ളിൽ വേദയും വേദയുടെ മനസ്സിൽ വിക്രമും ഒരു വിങ്ങലായി തങ്ങി നിൽക്കുകയാണ്. എന്നാൽ വീട്ടിലെത്തിയപ്പോഴത്തെ അവസ്ഥ അവർ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയതും നന്ദിനി ദേഷ്യം കൊണ്ട് തുള്ളിച്ചാടി അവിടെ നിൽക്കുന്നുണ്ട്. കൂടെ കമലമ്മയും അച്ചമ്മയും ആകെ പേടിച്ച് മുഖം താഴ്ത്തിയിരിക്കുകയാണ്. തമാശയും ചിരിയുമായി അവരുടെ മുന്നിലൂടെ നടന്നു വന്ന വേദ കമലമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, അമ്മയുടെ മുഖം എന്താ വാടിയിരിക്കുന്നത്? അച്ചമ്മക്കും ഇത് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ തന്നെ നന്ദിനി വെടിച്ചില്ല് പോലെ തന്നെ അങ്ങോട്ടേക്ക് കയറി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിലിരിക്കുന്നത്? നിങ്ങൾ അമ്പലത്തിലേക്ക് തന്നെയല്ലേ പോയിരിക്കുന്നത് എന്ന് ചോദിക്കും. വിക്രം എനിക്കൊരു ഉടുപ്പെടുത്തു തന്നു, ഞാനും വിക്രമിനൊന്ന് വാങ്ങിച്ചു കൊടുത്തു. വേദ ചിരിച്ചുകൊണ്ട് തന്നെ അത്രയും പറഞ്ഞത് കേട്ടപ്പോൾ അച്ചമ്മക്കും കമലത്തിനും ഭയങ്കര സന്തോഷമായി. അപ്പോഴായിരിക്കും സുധാകര മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദിനി ഉടനെ തന്നെ വിട്ടുകൊടുക്കാതെ പറഞ്ഞു, ആ എനിക്കപ്പോഴേ മനസ്സിലായതാണ് ഈ വീട്ടിൽ ആരാണ് കള്ളനെന്ന്. ഇത് കേട്ടതും വേദ ആകെ അന്തം വിട്ടുപോയി. വളം മോഷണം പോയി എന്നറിഞ്ഞ സമയത്ത് തന്നെ വേദ ചോദിക്കുന്നുണ്ട്, എന്ത് വളം മോഷ്ടിച്ചെന്നോ? അമ്മേ, ഈ നന്ദിനിയെടുത്ത് ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് അവൾ തിരിച്ചു ചോദിച്ചു. അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അമ്മയുടെ സ്വർണ്ണവള കാണാനില്ല എന്നും ഈ വീട്ടിലുള്ളവർ തന്നെയാണല്ലോ അത് എടുത്തതെന്ന് അച്ഛനും അമ്മയും പറയുന്ന സ്ഥിതിക്ക് അത് താനല്ലെന്ന് തെളിയിക്കണമെന്നും നന്ദിനി വാശി പിടിച്ചു. വലിയ CID ആണല്ലോ, എന്നാ പിന്നെ ആരാണ് എടുത്തതെന്ന് കണ്ടുപിടിക്ക്. കുറ്റവാളി ഇവളുടെ അടുത്ത് തന്നെയുണ്ട് എന്ന് നന്ദിനി വിക്രമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞു. വിക്രം ഇത് കേട്ട് ആകെ തകർന്നു പോയി. അമ്മേ, ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നത്? പഴയ കാര്യങ്ങളൊക്കെ മറന്ന് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്ന എന്നെ ഇങ്ങനെ കളിയാക്കാൻ നോക്കല്ലേ എന്ന് പറഞ്ഞ് അവൻ സങ്കടത്തോടെ തന്നെ സംസാരിച്ചു. വിക്രമിന്റെ തലയിൽ ഈ കുറ്റമിടാനൊന്നും നോക്കണ്ട എന്നും വിക്രം ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നും ഇവിടെ എല്ലാവർക്കും അറിയാമെന്നും വേദ അവന് കാവലായി തന്നെ നിന്നു. ശ്രീജയ്ക്കും വിശ്വനും പൈസയുടെ ആവശ്യം വന്നപ്പോൾ ആ വളയെ പണം വെച്ച് കൊടുക്കാമെന്ന് കരുതിയതായിരുന്നു എന്നും ഇപ്പം നോക്കിയപ്പോൾ അത് കാണാനില്ലെന്നും കമലമ്മ പറഞ്ഞു. മാഷി ഇടപെട്ട് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും നന്ദിനി അടങ്ങി നിന്നില്ല. എല്ലാവരുടെയും മുന്നിൽ താൻ മോഷ്ടാവായത് സഹിക്കാൻ പറ്റില്ല എന്നും എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കണമെന്നും അവൾ ബഹളം വെച്ചു. ഇത് കേട്ട് സഹിക്കെട്ട് അച്ചമ്മ നന്ദിനിയോട് വായടക്കാൻ പറഞ്ഞു. കുറേ നേരമായി നീ തുടങ്ങിയിട്ട് നന്ദിനി, ഒന്ന് നിർത്തുന്നുണ്ടോ? നിനക്ക് വിവരമില്ലാത്തൊരു ഭർത്താവിനെ കിട്ടിയത് കൊണ്ട് എന്തു തോന്നിവാസവും വിളിച്ചു പറയാമെന്ന് കരുതണ്ട എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അച്ചമ്മ വഴക്ക് പറഞ്ഞു. അകത്തേക്ക് പോയില്ലെങ്കിൽ തൻ്റെ കയ്യിൽ നിന്നും നല്ല അടി കിട്ടുമെന്നും അച്ചമ്മ ഭീഷണിപ്പെടുത്തിയതോടുകൂടി തന്നെ നന്ദിനി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്തിന് വിനായകൻ ഭയങ്കര പരിഭ്രമത്തിൽ നിൽക്കുന്നതെല്ലാം തന്നെ വേദ ശ്രദ്ധിച്ചു. ഈ വീട്ടിൽ എന്തെങ്കിലും കുബുദ്ധി നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വിനായകനായിരിക്കുമെന്ന് വേദക്ക് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെ മുറിയിലേക്ക് നന്ദിനിയുടെ പുറകെ പോവാൻ നോക്കിയ വിനായകനെ വേദ തടഞ്ഞു നിർത്തി. നന്ദിനി വിനായകനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ, ഞാൻ എടുത്തിട്ടില്ല. നിങ്ങളും എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇതാര് കൊണ്ടുപോയി എന്ന്? താൻ എടുത്തിട്ടില്ല എന്നും അമ്മയുടെ വള പോയതിന് നീ എന്തിനാ ഇങ്ങനെ ചാടുന്നത് എന്നും വിനായകൻ കൂളായിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. എന്നാൽ വിനായകന്റെ ആ പറച്ചിലിൽ എന്തോ പന്തികേടുണ്ടെന്നും വേദക്ക് തോന്നി. വേദ വിക്രമിനോട് പറഞ്ഞു, വിക്രം, ഇതാരാണ് എടുത്തത് എന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്നുകിൽ നന്ദിനി അല്ലെങ്കിൽ വിനായകൻ, ഇവർ രണ്ടുപേരുമാണ് ഇതിന് പിന്നിൽ. ശ്രീജേട്ടിയോ വിശ്വേട്ടനോ ഒരിക്കലും ഈ ഒരു കാര്യം ചെയ്യില്ല എന്ന് വേദ ഉറപ്പിച്ചു പറഞ്ഞു. എടുത്തവരെ കൊണ്ട് തന്നെ ഞാൻ ഇത് സത്യം പറയിപ്പിക്കുമെന്നും വീട്ടുകാരെ പറ്റിച്ച് ഇനി ആരും അങ്ങനെ സുഖിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് തന്നെ വേദ അവിടെ നിന്നും അകത്തേക്ക് പോയി. ഇതേ സമയം വിനായകനാണെങ്കിൽ ആകെ പേടിച്ചു വിറച്ച് നിൽക്കുമായിരിക്കും. വേദ അവൻ്റെ അടുത്തേക്ക് ചെന്നു. വേദയെ കണ്ടതോടുകൂടി തന്നെ അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും വേദ അവനെ തടഞ്ഞു നിർത്തി. അമ്മയുടെ വള കാണാതായതിൽ നിങ്ങൾക്കൊരു പങ്കുമില്ലല്ലേ എന്ന് അവൾ കടുപ്പിച്ചങ്ങ് ചോദിച്ചു. താൻ എടുത്തിട്ടില്ല എന്ന് വിനായകൻ ഉരുണ്ടു കളിച്ചുവെങ്കിലും മുറി മുഴുവൻ പരിശോധിക്കാൻ താൻ അച്ഛനോട് പറയുമെന്ന് വേദ പറഞ്ഞപ്പോൾ അവനൊന്ന് പരിങ്ങി. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് പേടിയില്ലെന്ന് അവൻ പറഞ്ഞുവെങ്കിലും വേദ അടുത്ത അടവെടുത്തു. വിക്രമും നിങ്ങളും തമ്മിലുള്ള ആ പഴയ ബന്ധത്തിന്റെ രഹസ്യം തനിക്കറിയാമെന്നും നിങ്ങളൊരു മനുഷ്യന്റെ ജീവിതം തകർത്ത കാര്യം അച്ഛനോട് പറയുമെന്നും വേദ ഭീഷണിപ്പെടുത്തി. അത് കേട്ടതോടെ വിനായകൻ ആകെ തകർന്നു പോയി. ചതിക്കരുത് വേദ, എനിക്കൊരു തെറ്റുപറ്റി. ഒരു വസ്തു ഇടപാടിന് പണം തികയാതെ വന്നപ്പോൾ ഞാനാണ് ആ വള എടുത്തത് എന്നും കാല് പിടിക്കാം, നീ ഇത് ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിനായകൻ വേദക്ക് മുന്നിൽ കെഞ്ചി പറഞ്ഞു. എന്നാൽ ഇപ്പം തന്നെ പോയി അച്ഛനോട് സത്യം പറയണം.
അല്ലെങ്കിൽ താൻ ഇടപെടുമെന്ന് വേദ കർശനമായി തന്നെ പറഞ്ഞു. അടുക്കളയിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്തിന് വിനായകൻ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് പറയുന്നുണ്ട് താനാണ് ആ വള എടുത്തത് എന്ന് ഏറ്റുപറയും. എന്നാൽ ഇത് കേട്ട മാഷിന്റെ നിയന്ത്രണം വിട്ട് വിനായകന്റെ കവിളത്തങ്ങ് ആഞ്ഞടിച്ചു. നിന്റെ ഭാര്യ ഇവിടെ കുറേ നേരം പ്രസംഗിച്ചപ്പോൾ നീ മിണ്ടാതിരുന്നത് ഇപ്പോൾ വന്ന് നാടകം കളിക്കുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ മാഷ് അവനെ ഒരുപാട് ശകാരിച്ചു. നന്ദിനി ആകെ നാണം കെട്ടുപോയി. വേദ സത്യം പറയിപ്പിച്ചതാണെന്ന് വിക്രത്തിന് മനസ്സിലായിരുന്നു. വിനായകൻ സങ്കടത്തോടെ അവിടെ നിന്നു പോയപ്പോൾ നന്ദിനി റൂമിൽ വെച്ച് വീണ്ടും അവനെ ഒരുപാട് കുറ്റപ്പെടുത്തി. ഇങ്ങനൊരു മനുഷ്യനാണല്ലോ എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് അവൾ കുറേയധികം കരയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. എന്നാൽ ഇതിനിടയിൽ തന്നെ ദീപ്തിയും വരുണും തമ്മിലുള്ള പ്രണയബന്ധം കൂടിയിരിക്കുകയാണ്. ശങ്കരനും ശ്രീകാന്തൊക്കെ ദീപ്തിയെ ആ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. വേദയുടെ താല്പര്യപ്രകാരം വിക്രമും വരുണും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു. പഴയ ശത്രുതയൊക്കെ മാറ്റിവെച്ച താൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണെന്നും വിക്രമേട്ടൻ തന്നെ പുതിയ മനുഷ്യനാക്കി മാറ്റിയതിൽ തനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നും വരുൺ പറഞ്ഞു. വിക്രമിന് അത് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. ദീപ്തിയെ തനിക്ക് ഇഷ്ടമാണെന്നും അവളില്ലെങ്കിൽ താൻ പഴയ ഡിപ്രഷനിലേക്ക് തന്നെ തിരികെ പോകുമെന്നും എങ്കിലും വിവാഹത്തിന് വിക്രമേട്ടൻ എതിരാണെങ്കിൽ താൻ അതിൽ നിന്നും മാറി നിൽക്കാമെന്നും വരുൺ പറഞ്ഞു. എന്നാൽ വേദയുടെ അച്ഛനും ഏട്ടനും ഇതിന് സമ്മതിക്കില്ലെന്നും അതുകൊണ്ട് പിന്മാറുന്നതാണ് നല്ലതെന്നും വിക്രം അവനെ ഉപദേശിക്കുന്നുണ്ട്. വിക്രമേട്ടൻ പറയുന്നത് തനിക്ക് ദൈവവാക്യം പോലെയാണെന്നും താൻ ദീപ്തിയെ മറക്കാൻ ശ്രമിക്കുമെന്നും പറഞ്ഞ് വരുൺ അവിടെ നിന്നും പോയി. ഈ കൂടിക്കാഴ്ച കണ്ട ചന്ദ്രശേഖരൻ ഉടനെ തന്നെ ശ്രീകാന്തിനെ വിളിച്ച് കാര്യം പറഞ്ഞു. വരുണും വിക്രമും തമ്മിൽ ഇപ്പോൾ ഭയങ്കര ചങ്ങാത്തമാണെന്നും അവർ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും അവൻ പറഞ്ഞു. പിന്നീട് ദീപ്തി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ശ്രീകാന്ത് അവളെ കുറ്റപ്പെടുത്തി. നിന്റെ ഈ പ്രേമം കാരണം അമ്മക്കൊരു സമാധാനമില്ല എന്നും അമ്മ ഒന്നും കഴിക്കുന്നില്ല, അമ്മ നിരാഹാരത്തിലാണെന്നൊക്കെ പറയാണ് ശ്രീകാന്ത്. എന്നാൽ വരുണുമായിട്ടുള്ള ബന്ധം താൻ ഉപേക്ഷിക്കില്ലെന്ന് ദീപ്തി ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ട ശ്രീകാന്ത് അവളെ തല്ലാൻ കയ്യോങ്ങിയെങ്കിലും ശങ്കരൻ അത് തടഞ്ഞു. വിക്രമും വരുണും കൂടി ചേർന്ന് ഈ കുടുംബം നശിപ്പിക്കാൻ നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചു. വരുൺ നല്ലവനായി മാറിയെന്ന് ദീപ്തി പറഞ്ഞത് ആരും തന്നെ കേട്ടില്ല. പിന്നീട് ശ്രീകാന്തും ചന്ദ്രശേഖരനും ചേർന്ന് വിക്രത്തിനെയും ശങ്കരനെയും തമ്മിൽ അകറ്റാൻ പുതിയ പ്ലാൻ ഇട്ടു. വിക്രമും വരുണും കൂടി ദീപ്തിയെ കരുവാക്കി ഈ കുടുംബം തകർക്കാൻ നോക്കുകയാണെന്ന് ശങ്കരനോട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. ദീപ്തി വേദയെ ഫോൺ വിളിച്ച് അമ്മ ഭക്ഷണം കഴിക്കാത്ത കാര്യവും വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ പറഞ്ഞു. വിക്രമും വരുണും കൂടി കുടുംബം നശിപ്പിക്കാൻ നോക്കുന്നു എന്നാണ് അച്ഛൻ കരുതിയിരിക്കുന്നത് എന്നും അവൾ കരഞ്ഞുകൊണ്ട് തന്നെ വേദയോട് പറഞ്ഞു. ഇത് കേട്ട് വേദ വല്ലാതാവുന്നുണ്ട്. വേദ വിക്രമിനോട് നമുക്ക് നാളെ തന്നെ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയും. വിക്രം അങ്ങോട്ടേക്ക് വരാൻ മടിച്ചുവെങ്കിലും വേദയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ അതിന് സമ്മതിക്കേണ്ടി വന്നു. പിറ്റേന്ന് അവർ വീട്ടിലേക്ക് എത്തിയപ്പോൾ പത്മം ആകെ തകർന്നിരിക്കുകയായിരുന്നു. ആഹാരം പോലും കഴിക്കാതെ അമ്മ എന്തിനാ ഈ വാശി കാണിക്കുന്നത് എന്ന് വേദ ചോദിച്ചപ്പോൾ തൻ്റെ ജീവിതം പോലെ ദീപ്തിയുടെ ജീവിതവും തകരാൻ പോകുന്നതിന് താൻ അനുവദിക്കില്ലെന്ന് പത്മം ഉറപ്പിച്ചു പറഞ്ഞു. വിക്രം നന്നായാൽ മാത്രം പോരാ, മറ്റുള്ളവരെ കൂടി നന്നാക്കാൻ അവൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പത്മം കളിയാക്കി പറഞ്ഞത് വിക്രമിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ഒന്നും പറയാനാവാതെ വിക്രം അവിടെ നിന്നും ഇറങ്ങി. വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വിക്രം പഴയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ടിരുന്നു. താൻ ഒരു ഗുണ്ടയാണെന്ന് സത്യമല്ലേ എന്നവൻ വേദയോട് ചോദിച്ചപ്പോൾ അവൾക്കും ഒരുപാട് സങ്കടമായി. ഇതിനിടയിൽ ശ്രീകാന്ത് ശങ്കരന്റെ അടുത്തേക്ക് എത്തി വിക്രമിനെതിരെ വീണ്ടും വിഷം കുത്തി നിറച്ചു. വിക്രമും വരുണും തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലെന്നും അവർ ഒത്തുകളിക്കുകയാണെന്നും അവൻ ശങ്കരനെ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് കേട്ട് ശങ്കരൻ ആകെ രോഷാകുലനായി വേദയെ വിളിച്ചു. നിന്നെ കാണാൻ വിളിച്ചത് നിന്റെ ഭർത്താവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടതിന് അദ്ദേഹം വേദയോട് പൊട്ടിത്തെറിച്ചു. ദീപ്തിയെ വരുണിനെ വിവാഹം കഴിച്ചു കൊടുക്കാനാണ് വിക്രമിന്റെ മനസ്സിലുള്ള പ്ലാന് എങ്കിൽ താൻ അവനെ ജയിലിലിടുമെന്ന് ശങ്കരനാരായണൻ ഭീഷണിപ്പെടുത്തി. വേദ എന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം ഒന്നും തന്നെ വേദയുടെ വാക്കൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അച്ഛൻ്റെ ഈ മാറ്റം കണ്ട് വേദ ആകെ തകർന്നു പോയിരുന്നു. വേദ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ഫ്രഷാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി. അവിടെ ഇരുന്ന് ഒരുപാടധികം സങ്കടത്തോടെ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും വേദ. ബാത്റൂമിലിരുന്ന് കുറേ അധികം കരഞ്ഞ് തളർന്നതിന് ശേഷം പുറത്തേക്ക് വന്ന വേദ കാണുന്നത് വിക്രമിനെയാണ്. അവളുടെ തളർന്ന മുഖം വിക്രമിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. തൻ്റെ ഭൂതകാലം കാരണം പ്രിയപ്പെട്ടവർ അപമാനിക്കപ്പെടുന്നത് വിക്രമിന് സഹിക്കാനായില്ല. അവൻ വേദയുടെ അരികിലേക്കെത്തി അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഒരു സത്യം ചെയ്യുന്നു വേദേ, നിന്റെ അച്ഛൻ്റെ മുന്നിൽ ഞാൻ കള്ളനല്ല എന്നും ദീപ്തിയുടെ ജീവിതം തകർക്കാൻ ഞാനില്ലെന്നും തെളിയിച്ചിട്ടേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ. വേദ തൻ്റെ സങ്കടം മാറ്റി വിക്രമിന് കരുത്തായി തന്നെ മാറുന്നു. ഇരുവരും ചേർന്ന് ശ്രീകാന്തിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും ചതികൾ പുറത്തു കൊണ്ടുവരാൻ രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി. വിനായകനെ വീണ്ടും ചോദ്യം ചെയ്യുന്ന വേദക്ക് ശ്രീകാന്തും ചന്ദ്രശേഖരനും തമ്മിലുള്ള രഹസ്യ ഇടപാടുകളെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചു.
ശ്രീകാന്ത് വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല. വരുൺ സത്യസന്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കാൻ വിക്രം ചില തെളിവുകളൊക്കെ ശേഖരിക്കുന്നു. വരുണിനെ ചന്ദ്രശേഖരൻ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ വിക്രം രഹസ്യമായി തന്നെ റെക്കോർഡ് ചെയ്തു. ദീപ്തിയെ കരുവാക്കി കുടുംബം തകർക്കാൻ ശ്രമിക്കുന്നത് വിക്രമല്ല, മറിച്ച് ശ്രീകാന്തും കൂട്ടരുമാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളെല്ലാം തന്നെ വേദ കണ്ടെടുക്കുന്നു. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് വരുന്നത് ശങ്കരനാരായണന്റെ വീട്ടിൽ ഒരു കുടുംബയോഗത്തിലാണ്. പത്മം അപ്പോഴും നിരാഹാരത്തിലായിരിക്കും. പത്മമാണെങ്കിൽ സോഫയിലാകെ തളർന്നിരിക്കുകയായിരുന്നു. ശങ്കരൻ ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ശ്രീകാന്ത് വിജയഭാവത്തിൽ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അവിടേക്കായിരുന്നു വിക്രമും വേദയും കയറി വരുന്നത്. ശങ്കരൻ ഗർജിച്ചുകൊണ്ട് തന്നെ അവരോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ വേദ ഇവനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്? എൻ്റെ കുടുംബം തകർക്കാൻ പ്ലാനിട്ട് ഇവൻ്റെ മുഖം എനിക്കിനി കാണണ്ട എന്ന് പറഞ്ഞതല്ലേ? ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ, ഇവൻ വെറും ഒരു ഗുണ്ടയല്ല, നല്ല ഒന്നാം തരം നടനാണ്. ദീപ്തിയെ വെച്ച് കളിക്കാമെന്ന ഇവനെ ഇവിടെ നിന്നും അടിച്ചിറക്കണമെന്നൊക്കെ പറയാണ് ശ്രീകാന്ത്. അന്നേരം വേദ ശാന്തമായി പറഞ്ഞു, അച്ഛാ, അച്ഛൻ വിശ്വസിച്ചിരിക്കുന്നത് വിക്രം ചതിയനാണെന്നല്ലേ, ദീപ്തിയെ നശിപ്പിക്കാൻ നോക്കിയവനാണെന്നല്ലേ? അത് തെറ്റാണച്ഛാ, അത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് എന്ന് പറയും. ഇതേ സമയത്ത് തന്നെ വിക്രം ശങ്കരൻ്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ ഒരു പക്ഷേ മോശക്കാരനായിരിക്കാം, പക്ഷേ ദീപ്തി എൻ്റെ അനിയത്തിയെ പോലെയാണ്. അവളെ ചതിക്കാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ ഈ വീട്ടിൽ ഒരാൾക്ക് മാത്രം അതിന് പറ്റുമെന്നൊക്കെ പറഞ്ഞ് വിക്രം തൻ്റെ ഫോൺ എടുത്ത് നേരെ ടി വിയിലേക്ക് കണക്ട് ചെയ്തു. അതിലൊരു വീഡിയോ പ്ലേ ആവുന്നു. ശ്രീകാന്തും ചന്ദ്രശേഖരനും ഇരുട്ട് തിരിഞ്ഞ് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ ദൃശ്യം. വീഡിയോയിലാണെങ്കിൽ ശ്രീകാന്ത് ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, അച്ഛൻ്റെ മനസ്സിൽ വിക്രമിനെതിരെ കടുത്ത വെറുപ്പുണ്ടാക്കണം. വരുണിനെ വിക്രമിൻ്റെ ആളായി തന്നെ ചിത്രീകരിച്ചാൽ മതി. ദീപ്തിയുടെ ജീവിതം പോയാലും വിക്രമിനെ അച്ഛൻ്റെ കണ്ണിൽ നിന്ന് വീഴ്ത്തണം. ഈ വീഡിയോ കണ്ട് എല്ലാവരും ആകെ ഞെട്ടിപ്പോയി. ശ്രീകാന്തിൻ്റെ മുഖം വിളറി. ശങ്കരനാരായണൻ വിറക്കുന്ന കൈകളോടെ ടി വിയിലേക്ക് നോക്കി. ശങ്കരൻ പിന്നെ തളർന്നുപോയ ശബ്ദത്തിൽ, ശ്രീകാന്തേ, നീ ഇത്രയും തരം താഴ്ന്നോ? സ്വന്തം അനിയത്തിയുടെ ജീവിതം വെച്ചിട്ടാണോടാ നീ കളിച്ചത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടു. വേദ പറയുന്നുണ്ട്, കണ്ടോ അച്ഛാ, വിക്രം വരുണിനെ കണ്ടത് അവനെ ഉപദേശിച്ച് പിന്തിരിപ്പിക്കാനായിരുന്നു. പക്ഷേ ശ്രീകാന്തേട്ടൻ ഇത് മറ്റൊരു രീതിയിൽ അച്ഛനെ മുന്നിൽ അവതരിപ്പിച്ചു. വരുൺ ശരിക്കും നന്നാവാൻ ശ്രമിക്കുകയാണച്ഛാ. വിക്രം വേദനയോടെ തന്നെ പറയുന്നുണ്ട്, അച്ഛാ, ജയിലിലേക്ക് പോവാൻ എനിക്ക് മടിയൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ കണ്ണിലെ ആ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അന്നേരം പത്മം കണ്ണീരോടെ തന്നെ എഴുന്നേറ്റ് വിക്രമിൻ്റെ അരികിലേക്ക് വരുന്നു. മോനെ വിക്രം, നീ എന്നോട് ക്ഷമിക്കണം. നിന്നെ ഞാൻ ഒരുപാടധികം കുറ്റപ്പെടുത്തി വേദനിപ്പിച്ചു. എൻ്റെ മോളെ രക്ഷിക്കാൻ നോക്കിയത് നീയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ മോനെ. അന്നേരം ശങ്കരനാരായണൻ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ അവൻ്റെ കവിള താഞ്ഞടിച്ചു. ഇറങ്ങിപ്പോടാ ഈ വീട്ടിൽ നിന്ന്. നിന്നെപ്പോലൊരു മകനെ എനിക്കിനി വേണ്ട. വിക്രം ഗുണ്ടയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവൻ നട്ടലുള്ള ഗുണ്ടയാണ്, അല്ലാതെ നിന്നെപ്പോലെ പിന്നിൽ നിന്ന് കുത്തുന്നവനൊന്നുമല്ല. ശങ്കരനാരായണൻ അവിടെ നിന്നും ശ്രീകാന്തിനെ ആട്ടിയിറക്കിയതിനു ശേഷം വിക്രമിനെ സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. ഈ കാഴ്ച കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ദീപ്തി ഓടി വന്ന് വിക്രമിനെ കെട്ടിപ്പിടിച്ചു. ഇതേ സമയം ശങ്കരൻ പറയുന്നുണ്ട്, ഇനി ഇവിടെ ഒന്നും പേടിക്കാനില്ല. വരുണിൻ്റെ കാര്യത്തിൽ ഞാൻ ആലോചിച്ച് പെട്ടെന്നിനൊരു തീരുമാനമെടുക്കാം. എൻ്റെ വേദമോളുടെയും ജീവിതം സുരക്ഷിതമായ കൈകളിലാണെന്ന് ഇന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ശങ്കരനാരായണൻ വിക്രമിൻ്റെയും വേദയുടെയും ഈ ഒരു ബന്ധം അംഗീകരിക്കുന്നതോടുകൂടി തന്നെ എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.